വോട്ട് മോഷണത്തിനെതിരെ റാലിയുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. നമ്മുടെ രാഷ്ട്ര നേതാക്കളുടെ ഭാവി വീക്ഷണം ഭരണഘടനയിൽ പ്രതിഫലിക്കുന്നുവെന്നും ഭരണഘടനയുടെ അടിസ്ഥാനം ഒരാൾക്ക് ഒരു വോട്ട് എന്നതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് പ്രഹരമേറ്റു. 4 മാസത്തിനകം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേട്ടമുണ്ടാക്കി. ലോക്സഭയിൽ വോട്ട് ചെയ്യാതിരുന്ന 1 കോടി ആളുകൾ നിയമസഭയിൽ വോട്ട് ചെയ്തുവെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. നമ്മുടെ സഖ്യത്തിന് വോട്ട് കുറഞ്ഞില്ല. ലോക്സഭയിലും നിയമസഭയിലും ഒരേ ശതമാനം വോട്ട് കിട്ടി. പുതിയതായി വോട്ട് ചെയ്തവർ അത്ഭുതകരമായി BJPക്ക് വോട്ട് ചെയ്തു. അന്ന് തന്നെ ഇതിൽ ക്രമക്കേടുണ്ടെന്ന് തങ്ങൾക്ക് തോന്നിയിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കർണാടകയിൽ 16 സീറ്റെങ്കിലും കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ജയിച്ചത് 9 എണ്ണത്തിൽ മാത്രമാണ്. ഞങ്ങൾ തോറ്റതോ തോൽപ്പിക്കപ്പെട്ടതോ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. ബൂത്തുകളിലെ CCTV ദൃശ്യം ചോദിച്ചു. സോഫ്റ്റ് കോപ്പിയായി രേഖകൾ ചോദിച്ചു. കിട്ടിയില്ലെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി. ഇന്നലെ ഉന്നയിച്ച ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ വ്യാപകമായ ക്രമക്കേട് നടന്നു. ഇരട്ട വോട്ടുകൾ, ഇല്ലാത്ത മേൽവിലാസം, ഒറ്റ വിലാസത്തിൽ 100-ലധികം വോട്ടർമാർ, വാലിഡല്ലാത്ത ഫോട്ടോകൾ, ഫോം 6ന്റെ ദുരുപയോഗം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ആരോപണങ്ങൾ ആവർത്തിച്ചത്. ഒരേയാൾ കർണാടകയിൽ വോട്ട് ചെയ്ത പിന്നാലെ UPയിൽ പോയി വോട്ട് ചെയ്യുമോ എന്നും രാഹുൽ ചോദിച്ചു. ഇവിടെയൊക്കെ വോട്ടുള്ള ആളുകളെ ഞങ്ങൾ പട്ടികയിൽ കണ്ടു. എന്നോട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം ആവശ്യപ്പെടുന്നു. ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ആളാണ് താനെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി. ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങിയപ്പോൾ തെരഞ്ഞെടുപ്പ് വെബ്സൈറ്റ് പൂട്ടി. രാജ്യത്തെ മൊത്തം വോട്ടർ പട്ടിക ഈ കോപ്പി തരണമെന്നും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഒറ്റ സീറ്റിലല്ല രാജ്യത്ത് എങ്ങും ഇത്തരം വോട്ടുകൊള്ള നടന്നുവെന്ന് തെളിയിക്കാമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു.